എല്ലാ തവണയും വിജയിക്കുന്നവരുടെ കഥകൾ മാത്രം പറയുന്നതിനൊപ്പം സ്വന്തം കാരണമല്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ട ടീമിന്റെ കഥ കൂടി പറയാം. മഡ്കോട്ടിൽ മാത്രം കളിച്ച് പരിചയമുള്ള കുട്ടികളുമായാണ് സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ വയനാട് ഹോക്കി ടീം ജേതാക്കളാകാൻ തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയത്. ആദ്യ മത്സരത്തിൽ കൊല്ലത്തിന് ഏകപക്ഷീയമായി 7 ഗോളുകൾ തോൽപ്പിച്ചു. പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ തിരുവനന്തപുരത്തോട് 1 ഗോളിന് പരാജയപ്പെടേണ്ടി വന്നു. ടർഫിൽ കളിച്ച് ശീലമുണ്ടായിരുന്നെങ്കിൽ തങ്ങൾ കപ്പുമായി മടങ്ങിയേനെ എന്നാണ് വയനാട് നല്ലൂർനാട് AMMR GHSSലെ കായിക അധ്യാപകൻ റോണി വർഗീസ് പറയുന്നത്. ടർഫിൽ ബോളിന്റെ വേഗതയും കളിക്കാരുടെ ചലനവും ഒക്കെ മാറും. ഇത് കൃത്യമായി മനസ്സിലാക്കി കളിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാകൂ. എങ്കിലും വയനാടിന്റെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായാണ് അഭിപ്രായം. വയനാട്ടിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് യാഥാർത്ഥ്യമായ ശേഷം സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സ് വയനാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രകടനം മെച്ചപ്പെട്ടതും എടുത്തു പറയണം. ഹോക്കി ടർഫ് യാഥാർത്ഥ്യമായാൽ തന്റെ കുട്ടികൾ വലിയ നേട്ടങ്ങൾ കൊയ്യുമെന്നാണ് കായിക അധ്യാപകരുടെ പ്രതീക്ഷയും.